ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു മുട്ടത്തീയൽ തയ്യാറാക്കിയാലോ. ആദ്യം ആരും അങ്ങനെ ചെയ്യാറില്ല. മുട്ടത്തീയൽ, മുട്ട അവിയലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് ചോറൊക്കെ ഉണ്ണാനും. മുട്ടത്തീയൽ തേങ്ങ വറുത്തരച്ച് ചെയ്യുന്നതാണ്. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. മുട്ടത്തീയൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: നമ്മൾ ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കണം. നമുക്കൊരു 3 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 2 തക്കാളിക്കും ചെറുതായി കട്ട് ചെയ്യണം. പച്ചമുളകും കട്ട് ചെയ്ത് വെക്കാം. നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ചോറിനും നല്ലതാണ്, ചപ്പാത്തിക്കും നല്ലതാണ്, ദോശയ്ക്കൊക്കെ നല്ലതാണ്. നമുക്ക് ഈ കറി രാവിലെ ഉണ്ടാക്കിയാൽ തന്നെ ഉച്ചക്കത്തെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വറുത്തരച്ചുകൊണ്ട് ഇത് കേടായില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരു കറി വെച്ചാൽ തന്നെ നമുക്ക് രാവിലെയും ഉച്ചക്കലത്തെയും ഒക്കെ ഇത് തന്നെ കഴിക്കാൻ പറ്റും. ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കണം. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാളയും തക്കാളിക്കൊക്കെ ചേർക്കാം. ഉപ്പും ചേർത്ത് ഇതിൻ്റെ അരപ്പ് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് എടുക്കുന്നത്. തേങ്ങയും മല്ലിയും മുളകും. ഒരു 4 മുട്ടയ്ക്ക് 2 സ്പൂൺ മല്ലിയും 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മളങ്ങനെ തേങ്ങ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ടയ്ക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അരപ്പ്. നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം. ഉപ്പൊക്കെ ചേർത്ത് ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ മല്ലി, മുളക്, ഇത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പം നമുക്ക് മുട്ടയും ചേർക്കാം. മുട്ട നമ്മളിങ്ങനെ 2ആയിട്ട് മുറിച്ചാണ് ഇടുന്നത്. അപ്പോഴതിനകത്ത് മുട്ടയ്ക്കകത്ത് നല്ലപോലെ ഗ്രേവിയൊക്കെ പിടിച്ച് മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ടയും ചേർക്കാം. ഇതിന് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കേണ്ട രീതി കുറച്ച് നേരം കൂടെ നല്ലപോലെ തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നമുക്കിതിന് പച്ച വെളിച്ചെണ്ണ ചേർത്താൽ മതിയാവും. മുട്ടത്തീയലിന് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മുടെ മുട്ടത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാം ഒരേപോലെ നല്ലതാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം.